NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കൂരിയാട് ഭാഗത്താണ്. കൂരിയാട് ഭാഗത്ത് റോഡ് തകർന്നു പോയ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. അതിനുശേഷം വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വിശദമായ കാഴ്ചകളിലേക്ക് പോകാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് കൂരിയാടിൽ നിന്നുള്ള പുതിയൊരു അപ്ഡേറ്റ്. കാണാം നമുക്ക് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന അണ്ടർപാസിന്റെ ഭാഗത്ത് പുതിയതായിട്ട് വീണ്ടും ഒരു വാളൊക്കെ കൊടുത്തിട്ടുന്നുണ്ട്. വാള് ഇതിൻ്റെ ഉള്ളിൽ ഇനി മണ്ണ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ വലിയൊരു സ്ട്രോങ് ആയ കോൺക്രീറ്റ് വാള് വരുന്നുണ്ട്. ഇവിടെ ഫില്ലറ് ഇനി പറ്റുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു രീതിയിൽ കോൺക്രീറ്റ് വാള് കൊടുത്തിട്ട് അതിനുള്ളിൽ മണ്ണ് ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഫില്ലർ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇത്രയും വേഗത്തിൽ മറ്റെവിടെയും ഇങ്ങനെ വർക്കുകൾ നടന്നിട്ടില്ല. വളരെ വേഗത്തിലാണ് കൂരിയാട് ഭാഗത്ത് ഫില്ലർ വർക്കുകൾ നടക്കുന്നത്. ഫില്ലർ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഭാഗത്ത് മുന്നിൽ കാണുന്ന ഈ ഭാഗത്ത് മാത്രമാണ് ഒരു ഫില്ലർ വരാനുള്ളത്. ബാക്കി എല്ലാ ഭാഗത്തും ഫില്ലറിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അവിടെ വരുന്ന ചെറിയൊരു പാലമുണ്ട്, തോടിന്റെ കുറുകെ വരുന്ന ആ പാലത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തും 2 ഫില്ലർ വർക്ക് വരാനുണ്ട്. ബാക്കി എല്ലാ ഭാഗത്തും ഫില്ലർ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെയാണ് വേറൊരു ഡിസൈനിലാണ് ഇവിടുത്തെ വരുന്നത്. ഇവിടെ ഫില്ലർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കോൺക്രീറ്റ് വാള് പോലെയാണ് കൊടുക്കുന്നത്. അതിന്റെ മുകളിൽ ഇങ്ങനെ ഗർഡറുകൾ വെക്കുന്ന രീതിയിൽ അതിന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വലിയ കോൺക്രീറ്റിന്റെ ഒരു വാളാണ് ഇവിടെ വരുന്നത്. അതിന്റെ ഉള്ളിൽ മണ്ണ് നിറക്കുകയാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മുടെ അണ്ടർപാസിന്റെ കോൺക്രീറ്റ് വാള് വരുന്നുണ്ട്. ആ വാളിന്റെ ഇതിന്റെ രണ്ടിന്റെ ഉള്ളില് പുതിയ ഒരു വാള് വന്ന് അതിൽ മണ്ണ് നിറക്കുന്ന ഒരു വർക്കാണ്. ഇവിടെ നിലത്തൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ടാണ് ഈ വർക്കൊക്കെ ഇവർക്ക് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഇവിടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് കേൾക്കാതെ ഇവിടെ കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്തു. അതിന്റെ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ കമ്പനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ വർക്കുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ കറക്റ്റ് പ്ലാനിങ്ങിൽ അളന്നായിരുന്നു നേരത്തെ കട്ട വെച്ചുള്ള വർക്കുകൾ ചെയ്തിരുന്നത്. ആ കട്ട വെച്ചുള്ള അളവ് പൊളിച്ചു മാറ്റിയത് കൊണ്ട് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് ഇവർ ഉദ്ദേശിച്ച പോലെ ഫില്ലറ് കറക്റ്റായിട്ട് അളവിൽ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് വാള് കൊടുക്കേണ്ടി വന്നത്. ആ ഭാഗത്ത് നേരത്തെ ഉണ്ടാക്കിയിരുന്ന പാലം പൊളിച്ചൊഴിവാക്കിയതിന് ശേഷം അതിൻ്റെ മറുവശത്തേക്ക് വീണ്ടും ഫില്ലറൊക്കെ കൊടുക്കുന്ന ഒരു വർക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ ഫില്ലറിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നത് കാണാം. നമുക്ക് ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചാക്കുകളൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഫൗണ്ടേഷൻ്റെ ഒരു വർക്കാണ് തുടങ്ങാനുള്ളത്. പൈലിംഗ് ഒക്കെ കഴിഞ്ഞ് പൈലിംഗ് ക്യാപ്പുകളാണ് ഈ കാണുന്നതൊക്കെ. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. കമ്പി കെട്ടുന്ന വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്. വലിയ ഒരു ബോക്സ് ഉണ്ടാക്കി അതിൽ ഒരുപാട് കമ്പികൾ കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള ബെൽഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ കാണാം നമുക്ക് 8 പൈലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ 8 പൈലിംഗ് ചെയ്ത് ആ പൈലിംഗ് ചെയ്ത് പൈൽ ക്യാപ്പുകൾ പൊട്ടിച്ച ഭാഗത്ത് ജോയിന്റ് ചെയ്ത് കമ്പികൾ ഇങ്ങനെ ബെൻഡാക്കി കൊണ്ടുവന്ന് കമ്പി കെട്ടുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്രയും വേഗത്തിൽ മറ്റെവിടെയും കമ്പനി വർക്ക് ചെയ്തിട്ടില്ല. ഇവിടെയും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ വളരെ ഈസി ആയിരിക്കും. കുറ്റിപ്പുറം ഭാഗത്ത് വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. എന്നാലും ഇത്രയും പ്രയാസമൊന്നും കാണുന്നില്ല കുറ്റിപ്പുറം ഭാഗത്ത്. അപ്പോൾ ഇതാണ് ഫില്ലർ വർക്കുകൾ കഴിഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ കാണാം നമുക്ക്. ഇതിൽ ഇവിടെ 2 ഫില്ലറുകൾ ഇനി ബോക്സ് കൊടുത്ത് ഇതുപോലെ മെറ്റൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുണ്ട്. ബാക്കി അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ ഫൈലിംഗ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് മാത്രമാണ് ഫൈലിംഗ് ഇനി നടക്കാനുള്ളത്. അപ്പം നിങ്ങളോട് ഞാൻ ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ പറയുകയാണ്,
ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ കാണുന്നുണ്ട്, നമ്മളെ നാട്ടുകാർ കാണുന്നുണ്ട്, കുറേ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകുള്ളൂ. കാണാൻ നമ്മുടെ കൂരിയാടാണിത്. കൂരിയാട് ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നു. കൂരിയാടിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചയാണ്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് എന്താ പറഞ്ഞാൽ, കൂരിയാട് പില്ലർ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് T ഷേപ്പിലുള്ള ഭാഗങ്ങളിൽ ബോക്സുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നു. അത് അടുത്തത് പിന്നെ നമ്മൾ ഈ കുളപ്പുറം ഭാഗത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട അതുപോലുള്ള ഗർഡറുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതൊക്കെ വളരെ വേഗത്തിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കുകളാണ്. ഇപ്പം ഇവിടെ വലിയ ചെളിയൊന്നുമില്ല. വാഹനങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, കമ്പനി വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ ഇവർ ലെവൽ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ അത് ഗർഡറുകളൊക്കെ വരുന്നതിന് മുന്നേ ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗർഡർ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള വലിയ ക്രെയിനുകളൊക്കെ വന്ന് ഗർഡറുകളൊക്കെ വരാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണാം അടുത്തത് T ഷേപ്പിലുള്ള ഇങ്ങനെ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് ലെവൽ ചെയ്യുന്ന ഒരു വർക്കാണ് ഇവിടെ ഈ ഇറ്റാച്ചി ചെയ്യുന്നത്. അവിടെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു ആ ഭാഗത്ത്. അതിനു വേണ്ടി മണ്ണ് ലെവൽ ചെയ്യാണ്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണ് സർവീസ് റോഡിൻ്റെ ഭാഗത്തൂടെ വളരെ വേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം സമയത്തൊക്കെ ഈ ഭാഗത്ത് കുറച്ച് ബ്ലോക്കുകൾ കൂടുതലാണ്. നമ്മുടെ ചെമ്മാട്, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ വേങ്ങര, മലപ്പുറം ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു അണ്ടർപാസ് കൂടെ ക്രോസ് ചെയ്തിട്ടാണ് ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുക. ആ സമയത്ത് ഈ ഹൈവേയിൽ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകും. വളരെ വേഗത്തിൽ വർക്ക് തീർന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരാവുന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം, നമുക്ക് ഇങ്ങനെ T ഷേപ്പിലുള്ള പില്ലർ വർക്ക് നടക്കുന്നത് കാണാം. നല്ല അടിപൊളിയായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ പണി നേരത്തെ ചെയ്യായിരുന്നു കമ്പനിക്ക്. കേരളത്തിന് തന്നെ അതുപോലെ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനം ഉണ്ടാക്കിയൊരു വർക്ക് പ്രശ്നമായിരുന്നു. എല്ലാ ന്യൂസ് ചാനലുകളും വാർത്തകൾ കൊടുത്ത ഒരു ഏരിയ ആയിരുന്നു മലപ്പുറം കൂരിയാട് റോഡ് തകർന്ന വാർത്ത. അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാനൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ വരെ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ആ ദിവസത്തിലായിരുന്നു ഇത് തകർന്നു എന്നുള്ള വാർത്തകൾ കേട്ടത്. പെട്ടെന്ന് ഓടി വരികയും ഇവിടെയുള്ള ആളുകളെ അന്വേഷിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരം തന്നെ ലൈവൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ, ചാനലുകളൊക്കെ വന്ന് ഇവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത് നിങ്ങൾ ചാനലിലൂടെ ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ഉണ്ടാകും. ഇതാണ് നമ്മുടെ കൂരിയാടിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ച. ഇവിടെ കാണാൻ നമുക്ക് 2 പില്ലറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. T ഷേപ്പിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഈ കാണുന്നതും ഒരെണ്ണം ഇവിടെയും. അടുത്തതിന് അവിടെ അവർ എല്ലാവിധ തയ്യാറെടുപ്പുകളും തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള വെള്ളം ഇവിടെ വർക്കേഴ്സ് കൊണ്ടുവന്ന് നനച്ചു കൊടുക്കുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവിധ വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഈ T ഷേപ്പിൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള ഷട്ടറുകളും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രെയിനാണിത്, ചെറിയൊരു ക്രെയിന്. ഇപ്പോൾ കറക്റ്റ് ടൈമിന് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് വർക്കേഴ്സ് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അതിൻ്റെ ഷട്ടറുകളൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണത്. ഇവിടെ കാണാം, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാലം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. വർക്കുകൾ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ പൊളിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഹൈവേയിൽ. നമ്മുടെ മാഹി ഭാഗത്ത് ഇതുപോലൊരു അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. മാഹി ബൈപ്പാസിൽ വരുന്ന ഭാഗത്ത് കമ്പനി ഒരു സിഗ്നൽ ലൈറ്റ് കൊടുത്തിരുന്നു. ആ സിഗ്നൽ ലൈറ്റ് കൊടുത്ത ഭാഗത്ത് അപകടങ്ങൾ കൂടിയതുകൊണ്ട് അവിടെയുള്ള ആളുകളുടെയും ജനപ്രതിനിധികളുടെയൊക്കെ അഭിപ്രായം മാനിച്ച് വീണ്ടും അത് എടുത്തു മാറ്റുന്ന ഒരു
സ്ഥിതിയാണ്. അവിടെ പുതിയ അണ്ടർപാസ് കൊടുക്കുന്ന ഒരു വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള തോടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കാഴ്ച. ഇവർ വർക്ക് ചെയ്ത ഇവിടെ ഉണ്ടായിരുന്ന പാലാണ്. പാലത്തിൻ്റെ കമ്പികൾ മുഴുവനായിട്ട് ഇവിടുന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. താഴെ വീണ കമ്പികൾ വർക്കേഴ്സിനെ കൊണ്ട് കട്ട് ചെയ്ത് എടുപ്പിക്കുകയാണ്. ഇതൊക്കെ പറയാ രണ്ടാമതും വീണ്ടും ഉള്ള എടുത്ത പണി വീണ്ടും ചെയ്യിക്കുക. അപ്പോൾ ഇതുപോലുള്ള എഞ്ചിനീയർമാർ ഉണ്ടെങ്കിൽ കമ്പനിക്ക് വലിയ ലാഭം തന്നെ ആയിരിക്കും. കണ്ടില്ലേ, ഇവിടെ കാക്കക്കൂട് പോലായിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഇനി കമ്പി മുഴുവനായിട്ടും എടുത്തു മാറ്റാൻ പറ്റുമോ എന്ന് അറിയില്ല. ഇത് വലിയ ഡ്രില്ലർ മെഷീൻ ഉപയോഗിച്ച് തകർത്ത് ഇങ്ങോട്ട് താഴോട്ട് തട്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതൊക്കെ വീണ്ടും എടുത്തു മാറ്റി ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. ഇവിടെ ഒരു 3 ഭാഗങ്ങളായിട്ടാണ് ഈ തോട് മാറ്റിയിട്ടുള്ളത്. സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ വലിയ കോൺക്രീറ്റ് വാളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ചെറിയ കച്ചറായി കിടക്കണേ, കല്ലും മണ്ണും ഒക്കെ കയറി കിടക്കണം. ഇനി ഇത് വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഈ തോടിൻ്റെ ഭാഗം അവിടെ ഒരു മതിലിലെ കോൺക്രീറ്റ് വാളിൻ്റെ ഭാഗത്തേനെ പൊട്ടി വീണിട്ടുണ്ട്. ഇത് വലിയ ഡ്രില്ലിങ് നടക്കുന്ന സമയത്ത് പൊട്ടിയതായിരിക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്താണ് പൈലിംഗ് ഒക്കെ നടക്കുന്നത്. പൈലിംഗ് ചെയ്യുന്ന വർക്ക് ഈ ഭാഗത്താണ് കാണാം നമുക്ക്. ഇവിടെ ഒരു പുതിയ പില്ലർ വരുന്നുണ്ട്, അതിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്ത് എന്തോ ഒരു വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ഇങ്ങനെ ഒഴുകിപ്പോയത് ഇതുവഴിയാണ് നേരത്തെ നമ്മൾ അവിടെ പുറത്ത് ഭാഗത്ത് പൊട്ടിയത് കണ്ടത്. ഇവിടെ ദാ പുതിയ പില്ലറിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ ഒരു ഇറ്റാച്ചി ക്രെയിന്, ഇങ്ങനെ പൈലിംഗ് മെഷീന്, ജനറേറ്റർ, കമ്പനി വാഹനങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെ വർക്കുകൾ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ട്, റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ വേഗം കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നേരത്തെ പ്ലാൻ ചെയ്ത പോലെയുള്ള വർക്കിന് വലിയൊരു മാറ്റം വരാൻ പോവുകയാണ്. പാലം വരാൻ പോവുകയാണ്. പാലം വന്ന് കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വലിയൊരു നേട്ടം കൂടെയാണ്. ഈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ എല്ലാ വർഷവും ഈ കാണുന്ന പാടം നിറയെ വെള്ളം നിറയാവുന്നൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഇതുപോലുള്ളൊരു പരീക്ഷണം ഇവർ നടത്തിയത്. അപ്പോൾ ഈ ഭാഗത്തുള്ള വയലിന് ഇവിടെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഈ പാടത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. വെള്ളം പെട്ടെന്ന് ഒഴുകി പോവാനും ഇവിടെയുള്ള വലിയ ഈ ചളിക്കെട്ടും ഇതൊക്കെ മാറ്റം വരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും പാലം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചതുപ്പായി നിൽക്കുന്ന ഈ ഭാഗത്ത് മണ്ണ് താഴ്ന്നു പോയതൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഇത് നേരത്തെ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് വീണ്ടും വർക്ക് ചെയ്യേണ്ടി വന്നു. കമ്പനിക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഈ വർക്കുകളൊക്കെ തീർച്ചയായും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റോഡിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.